ലാലേട്ടൻ്റെ വർഷങ്ങളിൽ വളരെ മോശമായ സിനിമ. ഉറങ്ങിപ്പോയി കുറച്ചു നേരം. ഞങ്ങൾ ഉറങ്ങിയൊന്നുമില്ല, ഞങ്ങൾ നല്ലതായിട്ട് ആസ്വദിച്ച് കണ്ടു. എക്സാക്ട്ലി അതാണ് ഭീമനുള്ള മാസിനകത്തുണ്ട്. വേസ്റ്റ്, സമയം വേസ്റ്റ്. അങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ചുമ്മയാ എന്ത് സിനിമയാ. കുഴപ്പമില്ല, ഉറങ്ങിപ്പോയി കുറച്ചു നേരം. ഭയങ്കര ലാഗം, പ്രതീക്ഷിക്കാത്ത പടമായിപ്പോയി. ഇല്ല, ഞാൻ വെറുതെ വന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. ലാലേട്ടൻ്റെ വർഷങ്ങളിൽ വളരെ മോശമായ സിനിമ. ഇല്ല അങ്ങനെയല്ല, വെറുതെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നു. കുഴപ്പമില്ല, ലാഗായിരുന്നു. പറയും ആ പേരിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ആ ഒരു ലെവലല്ല കിട്ടിയത്. അല്ലാത്തൊരു ഫാൻറ്റസി പോലെയൊക്കെ തോന്നി. നല്ല സിനിമയായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നമുക്ക് വീട്ടിൽ നിന്ന് പോയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ഓരോരുത്തരുടെ അഭിപ്രായമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് പോയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ വിചാരിച്ച അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ലായിരുന്നു. നല്ല സിനിമയായിരുന്നു. അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അങ്ങനെ നല്ല, ഇനി അടുത്തത് ഇതിൻ്റെ ബാക്കി ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് പലരുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നല്ലതായിട്ട് തോന്നി. ഞങ്ങൾ ഉറങ്ങിയൊന്നുമില്ല, ഞങ്ങൾ നല്ലതായിട്ട് ആസ്വദിച്ച് കണ്ടു. ഡിറക്ഷനും ക്യാമറ എല്ലാം ഒരു പുതിയൊരു അനുഭവം പോലെ തോന്നി. പിന്നെ ഇനി അറിയില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അത് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തെടുക്കാൻ തോന്നുന്നു. ഇല്ല അതൊന്നുമല്ല. എനിക്കൊന്നും ഈ ഒരു ജോണർ വേറൊരു, അത് എങ്ങനെയാ പറയുന്നത്, പടം സൂപ്പറാണ്. നമ്മളിത് പക്ഷേ നമ്മൾ ടിപ്പിക്കലി ഇപ്പം ബാഹുബലി എക്സ്പെക്ട് ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. ബേസിക്കലി ഇതൊരു ഹീറോസ് ജേണി എന്ന് പറയും. ആ ഒരു മിത്തിൽ അതിനകത്ത് കാണണം, അല്ലാതെ കണ്ടിട്ട് കാര്യമില്ല. അത് ആ ഒരു ഇപ്പം നമ്മുടെ ഇപ്പം പുരാണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭീമനാണ് നമ്മുടെ ഏറ്റവും വലിയ ഹീറോയ്ക്ക് വർഷിപ്പ് ഉള്ളത്. അപ്പോൾ ഭീമൻ്റെ കഥ ഇൻഡിവിജ്വലി എടുത്ത് നോക്കിയാൽ നമുക്ക് മാസ് ഫീൽ ചെയ്യത്തില്ല. എക്സാക്ട്ലി അതാണ് ഭീമനുള്ള മാസിനകത്തുണ്ട്. അയ്യോ, അത് ഡെഫിനറ്റ്ലി. കാരണം ചുമ്മാ പോയിട്ട് നമ്മൾ ഈ ഒരു എമൗണ്ടിന് പോയിട്ട് അതിൻ്റെ ഫ്രെയിംസ് മാത്രം കണ്ടാൽ മതി ഇത് വർത്താവാനായിട്ട്. നമ്മളൊരു ഗൂഗൻഹൈമിലൊക്കെ പോയിട്ട് കാണുന്ന ആ ഫീൽ ഉണ്ട് അതിനകത്ത്. പക്ഷേ അതിനെക്കാട്ട് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് മലയാളത്തിലൊരു ഹീറോസ് ജേണി അല്ലെങ്കിൽ മോണോമിത്ത് വരുന്ന ഒരു സിനിമ വരുന്നത്. അത് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സൂപ്പർ പടം, നല്ല ഫ്രെയിംസ്, ഡയറക്ഷൻ അടിപൊളിയാണ്, സെറ്റാ. പോയണിച്ച് ചുമ്മയാ എന്ത് സിനിമയാ, എന്ത് ചെയ്ത് വെച്ചിരിക്കുക. സൗണ്ട് ഡിസൈനിങ്, ആർട്ട് സൗണ്ട് ഡിസൈനിങ്ങൊക്കെ പൊളിയും. അത് ആരെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാട്ടെല്ലാം അടിപൊളിയാ, പിന്നെ എല്ലാം സെറ്റാ. ഫ്രെയിമൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി. ഡീഗ്രേഡ് ചെയ്യണ ചേട്ടൻ എന്തിനാ ചുമ്മാ കാണണം നമ്മൾ? അത് നമുക്ക് ഇഷ്ടപ്പെട്ട പടം നമുക്ക് പോയി കാണുക. കുഴപ്പമില്ല ബ്രോ, കണ്ടോണ്ടിരിക്കുക. നല്ല പടം, കുഴപ്പമില്ല. നമ്മൾ ആ ലെവലിൽ നിന്ന് കണ്ടാൽ മതി. കുഴപ്പമില്ല. എന്തായാലും സെക്കൻഡ് ഹാഫ് വരുമല്ലേ, സെക്കൻഡ് പാട്ടുണ്ടല്ലോ. അടുത്ത പറയത്തൊക്കെ മോഹൻലാലിൻ്റെ അഭിനയം നല്ല തിരിച്ചു വരെ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമയാണ്, കൊള്ളായിരുന്നു. നമ്മൾ വിചാരിച്ചെങ്കിൽ നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ട്. പോസിറ്റീവായിട്ട് എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ആ എൻട്രിയും കാര്യങ്ങളൊക്കെ നല്ല പോസിറ്റീവായിട്ട് വന്നിരുന്നു. ഡിഗ്രേഡിനെ അങ്ങനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നന്നായിട്ടുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, കുറച്ച് ലാഗിങ് ഉണ്ട്, പക്ഷേ സിനിമാറ്റോഗ്രാഫി എല്ലാം കൊള്ളാം. അങ്ങനെ ഒരു ചെറിയ ലാഗ് ഉള്ളതുകൊണ്ട് പറയാൻ ഒരു ബാല സ്റ്റൈൽ അത്രേ ഉള്ളൂ. സിനിമ നല്ലതാണ്. ഈ ലിജോ പല്ലശ്ശേരി ആയതുകൊണ്ട് ലാഗ് കാണുമെന്ന് വിചാരിച്ചു. പടം പൊളി, വേസ്റ്റ്, സമയം വേസ്റ്റ്. ഒരു ബാല കണ്ട എൻ്റെ ഫീലുണ്ട്. ബാല കണ്ടേന് പൊളിപ്പടമായി. ഒന്നും കിട്ടിയില്ല, പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ പരാജയമായി പടം. ഒന്നുമില്ല, ഒന്നും നെഗറ്റീവും പറയാനില്ല, പോസിറ്റീവും പറയാനില്ല.